കരവാളൂർ ആശ്രയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വേഗം പൂർത്തീകരിക്കാൻ തീരുമാനം. ഇതിനായി പൊതുയോഗം ചേർന്നു. 10 ലക്ഷം രൂപയാണ് നിർമ്മാണ പൂർത്തീകരണത്തിനായി കണക്കാക്കുന്നത്. നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന കരവാളൂർ ആശ്രയ കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനം. കരവാളൂരിൽ നിർമ്മാണം ആരംഭിച്ച ആശ്രയ ഭവന്റെ 60% പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിർമ്മാണ പ്രവർത്തനം നിലച്ചത്. 10 ലക്ഷം രൂപ കണ്ടെത്തിയാൽ ആശ്രയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് IMA ഭവനിൽ ചേർന്ന പൊതുയോഗം ചൂണ്ടിക്കാട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുയോഗം ചേർന്നത്. കലയപുരം ജോസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അടിനില പണി പൂർത്തിയായതാണ്. അതിന്റെ മുകളിൽ തന്നെ വാർത്ത് നിർത്തിയിരിക്കുന്നു. ഭിത്തി കെട്ടുമ്പോൾ വെക്കാനുള്ള ജനലെല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നു. ഭിത്തി കെട്ടാൻ ഒരു 2000 സിമെന്റ് കട്ടയും അതിന്റെ മണലും അതിന്റെ സിമെന്റും ഇത്രേ വേണ്ടതുള്ളൂ. വലിയ പഠിച്ച കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും. യാതൊരു തത്വമില്ല. അവിടുത്തെ കരവാളൂരിലെ മുൻ മെമ്പർ ജോസഫ് മാത്യു സാറ് മത്തച്ഛൻ മെമ്പർ എന്ന് പറയും. അദ്ദേഹം 200 കട്ട അദ്ദേഹം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ വിചാരിച്ചാൽ ബാക്കിയുള്ള കട്ട ഇന്ന് തന്നെ വിളിച്ച് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവര് അത്തരത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു ടാക്സിങ് അല്ല, ഒരു ചുങ്കം പിരിക്കാൻ ആളുകളെ വിളിച്ചു വരുത്തി, നിങ്ങൾ പിഴ ചുമത്താൻ വിളിച്ചു വരുത്തി എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് 100 രൂപ കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ ചോദിക്കാൻ ധൈര്യമുണ്ട്. ഞങ്ങൾ കൊടുത്തതാണ്, നിങ്ങൾ ചെയ്യും. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ സുബ്രഹ്മണ്യം, P. അശോക് കുമാർ, ദിദീപ് റിച്ചാർഡ്, PT സുനിൽകുമാർ, മൊയ്തു അഞ്ചൽ, ആനന്ദി, ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.